Sleep. Deeper, deeper. Sleep. Hello, Kerala. This is ChavaraMatrimony.com. Meet the Masters. We welcome you to Nirmala Arts and Science College, Nilambur. അപ്പോൾ നമുക്ക് നല്ലൊരു കൈയ്യടി കൊടുത്തോണ്ട് നമ്മുടെ ചീഫ് ഗസ്റ്റിനെ ഇതിലേക്ക് സ്വാഗതം ചെയ്യാം. ഹിപ്നോട്ടിസ്റ്റ് മിസ്റ്റർ ലിജോ ജോസ് തെക്കേടത്ത് on the stage. അവനവൻ്റെ മനസ്സിനെ അവനവന് തന്നെ മനസ്സിലാക്കി തരാൻ കഴിയുന്ന ഒരു അസാധാരണ വ്യക്തിത്വം ലിജോ ജോസ് തെക്കേടത്ത്. ഹിപ്നോട്ടിസ്റ്റായും ഹിപ്നോതെറാപ്പിസ്റ്റായും ആനിമൽ മാഗ്നറ്റിസം മെസ്മറിസം പ്രാക്ടീഷണറായും വേദികൾ കീഴടക്കുന്ന അസാധാരണ മാന്ത്രികൻ ശ്രീ ലിജോ ജോസ് തെക്കേടത്തിനെ മീറ്റ് ദ മാസ്റ്റേഴ്സിൻ്റെ മുളന്തുരുത്തി നിർമ്മല കോളേജിൻ്റെ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ChavaraMatrimony.com മീറ്റ് ദ മാസ്റ്റേഴ്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ChavaraMatrimony.com. അപ്പം നമുക്ക് ചെറിയൊരു ഡെമോ കണ്ടാലോ? റെഡിയാണോ? അപ്പം ഇവരുടെ കണ്ടീഷൻസ് വെച്ചാൽ എൻ്റെ സജഷൻസ് കേൾക്കാന്നുള്ളൂ. നിങ്ങളും ഞാനുള്ള കോൺട്രാക്ട് വെച്ചാൽ ഇവരെന്ത് ആക്ട് ചെയ്താലും നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യണം? പ്രോത്സാഹിപ്പിക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം? ഹലോ, നമുക്ക് കാണണ്ടേ? എന്നാൽ ഇവർക്ക് വേണ്ടി ഉള്ളിൽ നിന്ന് നല്ലൊരു ക്ലാപ്പ് കൊടുക്കാവോ? നല്ലൊരു ക്ലാപ്പ്. ഓക്കെ, ഞാൻ തൊടുന്ന വ്യക്തിയുടെ പേര് നയൻതാര എന്നാണ്. ഓക്കെ, നിങ്ങളുടെ പേര് നയൻതാര എന്നാണ്. നിങ്ങളുടെ പേരൻസ് ഇട്ട പേരാണ്. ഞാൻ തൊടുന്ന വ്യക്തിയുടെ മാത്രം കേട്ടോ. ബാക്കിയുള്ളവർ നന്നായിട്ട് ഉറങ്ങിക്കോ. ഞാൻ തൊടുന്ന വ്യക്തിയുടെ പേര് നയൻതാര എന്നാണ്. നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഇവിടെ എല്ലാവരും ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു. നിങ്ങൾ ചോദിക്കണം കേട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നോ? പക്ഷേ യുവർ നെയിം ഫോർ സം റീസൺ യുവർ നെയിം വിൽ ബി നയൻതാര. ആക്ട്രസായിട്ട് ബന്ധമൊന്നുമില്ല, നെയിം ഈസ് നയൻതാര. പക്ഷെ നിങ്ങളുടെ പേരിനെ ആരെങ്കിലും കളിയാക്കിയാൽ നിങ്ങൾക്ക് അവരോട് ദേഷ്യം തോന്നും. നിങ്ങളുടെ ഫേസിൽ അത് കാണാൻ പറ്റും. നിങ്ങൾ ആ ഗ്രഡ്ജ് കാണിക്കും കേട്ടോ. ഏറ്റവും റിലാക്സ്ഡ് ആണ്. നിങ്ങളുടെ പേര് നയൻതാര എന്നാണ്. യു ക്യാൻ സ്റ്റിൽ ടോക്ക് ടു മീ നയൻതാര. ജസ്റ്റ് റിലാക്സ് ഗോയിങ് ഡീപ്പർ. നയൻതാര 1 2 3 ഓപ്പൺ യുവർ ഐസ്, ഗെറ്റ് അപ്പ്. ഓൺലി നയൻതാര. എടാ, റിലാക്സ് ആയോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹൗ ഇസ് ട്രാൻസ്, ഹൗ ഡിഡ് യു എക്സ്പീരിയൻസ് ഇറ്റ്? ചോദിച്ചോ. ഹൗ ഇസ് ട്രാൻസ്? എങ്ങനെയുണ്ടായിരുന്നു ഫീല്? ട്രാൻസ് ഫീല്? എന്താ പേര്? ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു. പേരെന്തായിരുന്നു? പേരുണ്ടോ? പേരെന്താ? പേര് കറക്റ്റാ പറഞ്ഞു. ഓക്കെ, ഞാൻ 3 2 ഞാൻ സജസ്റ്റ് ചെയ്ത പേരും കേട്ടോ. 1 2 3 യു ഗോട്ട് യുവർ നെയിം. വാട്ട്സ് യുവർ നെയിം? നയൻതാര. ഓർക്കപ്പറ. ഓക്കെ, പുള്ളിക്ക് എന്തൊക്കെയോ ചോദിക്കാനുണ്ട്. ചോദിച്ചോ. അത് നയൻതാര എന്നുള്ളൊരു ആക്ട്രസിന്റെ പേരല്ലേ? എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തൊരു പേരാ അത്. നയൻതാര വളരെ മോശമായിട്ടുള്ളൊരു പേരായി നയൻതാര എന്ന് പറയുന്നത്. അല്ലേ, തോന്നിയിട്ടില്ല അങ്ങനെ? ആൻസർ ചെയ്യ്. അല്ലേ, പുള്ളി പറഞ്ഞ നയൻതാര എന്ന് പറഞ്ഞ മോശമായ പേരാണ്. ഇഷ്ടമല്ലാത്തൊരു പേരാ നയൻതാര. അല്ല, ആക്ച്വലി ആരാ പേരിട്ടത്? നയൻതാര എന്ന് പേരിട്ട ആരാണ്? അച്ഛൻ. കേട്ടില്ല. അച്ഛൻ. ഓർക്കപ്പറ. അച്ഛൻ. ഓക്കെ, അച്ഛൻ എന്താ പേരിട്ടേക്കുന്നത്? SLC ബുക്കിൽ പേരെന്താ? ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ? ഇല്ല. ആധാർ കാർഡ് ഉണ്ടോ? പേരെന്താ ആധാർ കാർഡില്? നയൻതാര. അപ്പൊ നല്ല പേരല്ലേ? ആ പേര് വളരെ മോശമാണല്ലോ. കൊള്ളില്ലല്ലോ പേര്. ആ പേര് കൊള്ളില്ല. നയൻതാര എന്നുള്ള പേര് കൊള്ളില്ല. വളരെ മോശം പേര്. എന്തെങ്കിലും പറയാൻ ചേരുന്നില്ല ആ പേര്. നിങ്ങൾ റിയാക്ട് ചെയ്യും. 1000 തവണ റിയാക്ട് ചെയ്യും പേരിനെ കുറ്റപ്പെടുത്തിയ. അല്ല, മോശമാണ്. റിയാക്ട് ചെയ്യും. 10000 തവണ റിയാക്ട് ചെയ്യും. വളരെ മോശമാണ് പേര്. നയൻതാര എന്നുള്ള പേര് വളരെ മോശം. കൊള്ളില്ല പേര്. ഇതൊരു വൃത്തിയായിട്ട് പോലെ. എന്തെങ്കിലും പറയാനുണ്ടോ അദ്ദേഹത്തിനോട്? എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ഓക്കെ, നയൻതാര എല്ലാവരും എങ്ങനെയാ വിളിക്കുന്നത്? നയൻസ് എന്നാണോ വിളിക്കുന്നത്? താരയെന്നാണോ വിളിക്കുന്നത്? എങ്ങനെ വിളിക്കുക എല്ലാവരും? താര. ഓ, താരയെന്നാണോ വിളിക്കുന്നത്? ഇവർ ബാച്ച് കൂടെ പഠിക്കുന്നവരുണ്ടോ? പുള്ളിക്കാരത്തിന്റെ പേരെന്താ? ഒറിജിനൽ പേര് അവിടെയും പോയി. പേര് പോയോ? സ്നേഹ. ഓക്കെ, സ്നേഹ. അല്ല, വാട്ട്സ് യുവർ നെയിം? My name is Anjana. അഞ്ജന. വേറെ ആളില്ലേ? പേരെന്താ?
ലക്ഷ്മി. അഞ്ജനയും ലക്ഷ്മിനെ അറിയാം നയൻതാരയ്ക്ക്? കൂടെ പഠിക്കുന്നവരാണോ? വാട്ട് ഈസ് യുവർ നെയിം? നയൻതാര. നയൻതാര എന്നല്ലേ പേര്? എന്താ താരെന്നാണോ വിളിക്കുന്നത്? അതോ നയൻസ് എന്നാണോ? സ്നേഹ. ഓക്കെ. ശരിക്കും എന്താണെന്നറിയാം നയൻതാര, ആ ചുമന്ന് ഉടുപ്പിട്ട ആളില്ലേ, അയാൾ കാണുന്ന പോലത്തെ ആളൊന്നുമല്ല. പുള്ളിയുടെ കയ്യിൽ നയൻതാരയുടെ ഒറിജിനൽ പേരുണ്ട്. ആ കൈ ഒന്ന് ചുരുട്ടി പിടിച്ചേ. ആ കൈ കണ്ടോ? ആ കൈക്കകത്ത് യുവർ ഒറിജിനൽ നെയിം ഈസ് ദയർ. ഓക്കെ, വാട്ട്സ് യുവർ നെയിം റൈറ്റ് നൗ? നയൻതാര. അതിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്തേ. ആ കൈ പതിയെ തുറക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ പേര് കിട്ടും കേട്ടോ. എൻ്റെ അത് എഴുതി കാണാൻ പറ്റും. എന്താണ്? സ്നേഹ അല്ലേ? കൈ അടിച്ചേ. കൈ ചുരുട്ടിപ്പിടി. താഴെ വീ. പേര് പോയി. വാട്ട്സ് യു നെയിം? വാട്ട്സ് യു നെയിം? വാട്ട്സ് യു നെയിം? ഓക്കെ, അപ്പം നയൻതാര പരിചയപ്പെട്ടല്ലോ എല്ലാവരും. നയൻതാര നമുക്ക് കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് കൊടുക്കാം അല്ലേ? നയൻതാര, ടേക്ക് എ ഡീപ് ബ്രെത്ത് and sleep deeper, 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 deeper. Relax, 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 relax. chawaramatrimony.com meet the masters നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് chawaramatrimony.com. അപ്പോൾ ഒരു പേരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ ഐഡന്റിറ്റി അല്ലേ? കുഞ്ഞുനാളിൽ നമുക്ക് കിട്ടിയ ഐഡന്റിറ്റി ഇങ്ങനെ വെക്കുമ്പോൾ പോവോ? സബ്കോൺഷ്യസ് മൈൻഡ് ഈസ് സോ പവർഫുൾ, യു ക്യാൻ റീപ്രോഗ്രാം എനിത്തിങ്. ഓക്കെ, നിങ്ങളുടെ പേര് സ്നേഹ എന്നാണ് കേട്ടോ. ഉറക്കത്തിൻ്റെ എഴുതും നിങ്ങളുടെ പേര് സ്നേഹ എന്നായിരിക്കും കേട്ടോ. ദ പേഴ്സൺ ഐ എം ടച്ചിങ് റൈറ്റ് നൗ, number 6 is totally out of your brain. You can only count 1, 2, 3, 4, 5, 7, 8, 9, 10, 11. The number between 5 and 7 is totally out of your brain. പറന്നു പോയിക്കുന്നു കേട്ടോ. കേട്ടോ, the only for the person touching right now. എൻ്റെ കൂടെ ഒന്ന് എണ്ണാമോ? 1 for the person I am touching. Only I am touching. 1, 2, മൈക്കൊന്ന് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. 1, റിലാക്സ്. 2, ഉറക്കെ. 3, 4, 5, 7, 8, 9, 10. മിടിക്കാണല്ലോ. 1 to 10 എന്ന് പറയാമോ? ഉറക്കെ പറഞ്ഞേ. 1, വെരി ഗുഡ്. 2, ഓക്കെ, 3, ഓക്കെ, 4, ഓക്കെ, 5, ഓക്കെ, 7, ഓക്കെ, 8, ഓക്കെ, 9, ഓക്കെ. 10. ഞാൻ തൊടുന്ന ആൾ മാത്രം ഇപ്പം സ്ലീപ്പിൽ നിന്ന് എഴുന്നേക്കും കേട്ടോ. ഞാൻ തൊടുന്ന ആൾ മാത്രം സ്ലീപ്പിൽ നിന്ന് എഴുന്നേക്കും. തൊടുന്ന ആൾ മാത്രം കേട്ടോ. 1, 2 and 3 ഓപ്പൺ യുവർ ഐസ്. ബാക്കി ആരും എഴുന്നേക്കത്തില്ല, നമ്മൾ സജഷൻ കൊടുക്കുന്ന ആൾ മാത്രം. എങ്ങനെ ഉണ്ടായിരുന്നു? മുടിയൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കിയ ക്യാമറയിൽ വരുന്ന. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു റിലാക്സേഷൻ? നല്ലായിരുന്നു. നല്ല. പേരെന്താ? നന്ദന. ഓക്കെ. കയ്യിൽ എത്ര വിരലുണ്ട്? എത്ര വിരലുണ്ട്? മൊത്തം എത്ര വിരലുണ്ട് കയ്യിൽ? പറഞ്ഞോ, പറഞ്ഞോ. 10. മുടി നേരെ വെച്ചേ. ട്രാൻസിലാണോ? അല്ലല്ലോ. ഓക്കെ, കയ്യിൽ എത്ര വിരലുണ്ട്? 10. ഉറപ്പാണോ? നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം അല്ലേ? കൗണ്ട് ഫ്രം യുവർ ലെഫ്റ്റ് സൈഡ്. 1, ഓക്കെ, 2, ഓക്കെ, 3, ഓക്കെ, 4, വെരി ഗുഡ്, 5, എക്സലന്റ്. കൗണ്ടാ കറക്റ്റാ? 6, ഓക്കെ, 7, ഓക്കെ, 8, ഓക്കെ, 9. ഓക്കെ, ഓക്കെ. എന്താ സംഭവിച്ചതെന്നറിയാവോ? ദ നമ്പർ ബിറ്റ്വീൻ 5 and 7 ഈസ് പോയി. അതുണ്ടോ? ആ ഫോട്ടോ ഉണ്ടോ? ആ ഫോട്ടോയുടെ അപ്പുറത്ത് ചാടി പോയി. യു ക്യാൻ ഓൺലി റിമെമ്പർ 1, 2, 3, 4, 5, 7, 8, 9, 10. Again count your fingers. 1, Okay, 2, okay, 3, okay, 4, okay, 5, okay, 7, okay, 8, okay, 9, 9, 10, 10, 11. 11 fingers ഉണ്ടോ? ഒന്നുകൂടെ ട്രൈ ചെയ്യാം. ഒന്നുകൂടെ മീൻ ഫ്രം യുവർ റൈറ്റ് ഒന്ന് കൗണ്ട് ചെയ്ത്. 1, ഓക്കെ, 1, ഓക്കെ, 2, വെരി ഗുഡ്, 3, എക്സലന്റ്, 4, ഓക്കെ, 5, ഓക്കെ, 7, ഓക്കെ, 8, ഓക്കെ, 9, ഓക്കെ, 10, ഓക്കെ. 11. You have 11 fingers? You have 11 fingers? ഒരു കാര്യം ബാക്കിൽ നിന്ന് കൗണ്ട് ചെയ്ത. ബാക്കിൽ നിന്ന് പെട്ടെന്ന് സമയം. 10, ഓക്കെ, 9, ഓക്കെ, 8, 7, കറക്റ്റാ. 11, 7 കഴിഞ്ഞ് 11ഓ? ഓക്കെ, എല്ലാം മാറ്റി ഒന്നുകൂടെ. 10, 9, okay, 8, okay, 7, okay, 6, okay, 5, okay. 4. That number is again gone. ഒന്നുകൂടെ കൗണ്ട് ചെയ്തേ. 1, ഓക്കെ, 10,
9, 8, ആ 7, ഓക്കെ 5, ഓക്കെ 4, ഓക്കെ 3, ഓക്കെ 2, 1. തള്ളവരല്ലോ 0. 0. അപ്പൊ ഇവർക്ക് 0 ഫിംഗർ ഉണ്ട് കേട്ടോ. നല്ലൊരു കൈഡി കൊടുക്കാം. ഈ കൈയടികളൊക്കെ നിങ്ങളെ കൂടുതൽ റിലാക്സേഷന്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോട്ടോ. ഇഷ്ടപ്പെട്ടോ? ഇതെന്റെ മോതിരാണ്. ഈ മോതിരം ഒരു ഹിപ്നോട്ടിക് റിംഗ് ആണ്. ഓക്കെ, കണ്ടോ? ഒരു ബ്ലാക്ക് ഷൈനി ആയിട്ട് സാധനം. ഇതിൽ നെറ്റി തൊടുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാവോ? ട്രാൻസിലേക്ക് പോകും. പോണ്ടേ? നല്ല രസമല്ലേ? 1, 2 ആൻഡ് സ്ലീപ്. ഓക്കെ. ചാവറമാട്രിമണി.com മീറ്റ് ദ മാസ്റ്റേഴ്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചാവറമാട്രിമണി.com. നമസ്കാരം. ജിഷ്ണു, ഹായ്. നമുക്ക് എല്ലാവർക്കും സാറിനോട് ചെറിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. ശരി, അപ്പോൾ നമുക്കൊരു ഇന്ററാക്റ്റീവ് സെഷനായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം ചോദ്യങ്ങളെ ചോദിച്ചാണ് തുടങ്ങുന്നത്. തുടങ്ങാം അല്ലേ? റെഡി? ഓക്കെ, നിർമ്മല കോളേജ് എല്ലാവരും റെഡി അല്ലേ? എവിടെ, എന്താണ് ഇതുള്ള ബസ്? ബാക്കി ബസ്സൊക്കെ എവിടെ? എല്ലാവരും റെഡി അല്ലേ? താങ്ക് യു. സോ ഫസ്റ്റ് സാർ ഇവിടെ നിൽക്കുകയാണ് നമ്മുടെ മുമ്പിൽ. അപ്പോൾ ആർക്കൊക്കെ എന്തൊക്കെ ചോദിക്കണം? വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ, മെന്റലിസ്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ഹായ് സർ. സോ ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ടൊരു ഇങ്ങനെ ഒരു സെക്ഷൻ കാണുന്നത്. ഞാൻ ഇതിനു മുമ്പ് കേൾവി പിന്നെ വീഡിയോസ് അങ്ങനെയൊക്കെ ഒരു ഐഡിയ ആണ് എനിക്കുള്ളത്. അപ്പോൾ ലൈക്ക് എൻ്റെ ഒരു കേൾവിയൊക്കെ വെച്ചിട്ട് ഞാനൊരു മെൻ്റലിസം ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞൊരു രീതി എനിക്ക് വന്നത് ലൈക്ക് ഒരു മൈൻഡ് റീഡിങ് ഗെയിം അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയാണ് എനിക്ക് അറിയാം. കേൾവി ലൈക്ക് ഞാൻ ഫ്യൂ ഡേയ്സ് ബാക്ക് ഒരു വീഡിയോ കണ്ടു. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് ലൈക്ക് ഈ മെൻ്റലിസം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ആർട്ട് ഫോം ആണെന്നൊക്കെ പറയുന്നുണ്ട്. സോ അപ്പോൾ ശരിക്കും ആക്ച്വലി മെൻ്റലിസം ഹിപ്നോട്ടിസം എന്നൊക്കെ പറയുന്നത് എന്താണ്? ലൈക്ക് ആർട്ട് ഫോം ആണോ, ഓർ സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമാണോ? ആൻഡ് ഇത് ശരിക്കും പോസിബിൾ ആണോ? ലൈക്ക് ഒരു ഓപ്പോസിറ്റ് വന്ന് നിൽക്കുമ്പോൾ അയാളുടെ മൈൻഡ് റീഡ് ചെയ്യുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് ശരിക്കും ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമാണോ? നല്ലൊരു ചോദ്യമാണ്. ശരിക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ വന്നത്. നിങ്ങൾക്ക് മെൻ്റലിസം ഷോസ് കാണാറില്ലേ? രണ്ടൊന്ന് മെൻ്റലിസ്റ്റുകളുടെ പേര് പറയാമോ പെട്ടെന്ന്? ആരൊക്കെയാ? അനന്തു, ആദി. ഓക്കെ, ഇവരൊക്കെ നല്ല പെർഫോമൻസ് ആണ് അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമല്ല അവരുടെ ആക്ട്സ് ഒക്കെ? ചുമ്മാ വരുന്ന ഒരാളുടെ മനസ്സ് റീഡ് ചെയ്യുന്നു അല്ലേ? അപ്പം മോള് പറഞ്ഞ പോലെ ഈ മെൻ്റലിസം എന്ന് പറയുന്നത് എന്താണ്? ഒരു ആർട്ട് ഫോമാണ്. മാജിക് എന്താണ്? ആർട്ട് ഫോമാണ്. അപ്പം മാജിക്കിൽ ഞാനിപ്പോൾ എൻ്റെ കോട്ടിൻ്റെ അകത്തുനിന്ന് പ്രാവ് ഇടുന്നു. നിങ്ങൾ കണ്ടിട്ടില്ല? പ്രാവിനെ എടുക്കും, തൊപ്പിക്കകത്തുനിന്ന് മുയലിനെ എടുക്കും. ഇത് ശരിക്കും എടുക്കുന്നതാണോ? അല്ല, ഇതെവിടെയെങ്കിലും അതൊരു ആർട്ടാണ് അല്ലേ? അപ്പം മെൻ്റലിസം എന്ന് ബേസിക്കലി ട്രിക്സ് കുറേ ഇൻവോൾവ് ചെയ്തിട്ടുള്ള എന്നാൽ സൈക്കോളജിക്കൽ എലമെൻറ്റും ഉണ്ട്. ചിലടത്ത് സൈക്കോളജിക്കൽ ഫോഴ്സിങ്സ് ഒക്കെ വരാറുണ്ട്. പിന്നെ നിങ്ങളോട് ചുമ്മാ പറയാം, തിങ്ക് ഓഫ് എനി ഡിജിറ്റ് ബിറ്റ്വീൻ 1 and 10. ചുമ്മാ മനസ്സിലാലോചിച്ചാൽ മതി. എല്ലാവരും ആലോചിച്ചോട്ടോ. എല്ലാവരും ഡിഫറെൻ്റ് ആയിരിക്കും ആലോചിക്കുന്നത് അല്ലേ? പക്ഷെ മെജോറിറ്റി ആൾക്കാർ ആലോചിക്കുന്ന 7 ആയിരിക്കും. 7 ആലോചിച്ചാൽ ആരും ഇല്ലേ? ഓക്കെ, മെജോറിറ്റി ആൾക്കാർ ആലോചിക്കുന്നത് എന്തായിരിക്കും? 7 ആയിരിക്കും. കാരണം നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി പോകുന്ന 7 ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഒരു സബ് കോൺഷ്യസ് സൈനോട് ഞാൻ തന്നു, തിങ്ക് ഓഫ് എനി ഡിജിറ്റ് ബിറ്റ്വീൻ 1 and 10. അപ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എൻ്റെ ഈ ആക്ടിവിറ്റിയെ കാണുന്നുണ്ട് 7. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഫോഴ്സിങ് നടക്കും. അതേ സമയത്ത് അവർക്ക് അവരുടെ ടൂൾസും എലമെൻസും. അപ്പോൾ മെൻ്റലിസം എന്ന് പറഞ്ഞൊരു ആർട്ട് ഫോമാണ്, നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ, മാജിക് പോലെ. ഹിപ്നോസിസിലേക്ക് വരുമ്പോൾ എൻ്റെ ഇവിടെ ഒരു സാധനമില്ല. മെൻ്റലിസം എനിക്ക് ആപ്സ് യൂസ് ചെയ്യാം, എൻ്റെ ഒരു ടീം കാണും അല്ലേ? ഇപ്പം നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ എടുത്താൽ തന്നെ ഇപ്പോൾ ഒരാളുടെ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാ പ്രൊഫൈൽ എടുക്കുമ്പോൾ അയാളുടെ കുറിച്ച് ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും ഇല്ലേ? അടുത്ത് മരിച്ചുപോയൊരു വ്യക്തി, അല്ലെങ്കിൽ ഇയാളുടെ ഫേവറേറ്റ് ഇഷ്ടങ്ങൾ, ഇയാൾ കേൾക്കുന്ന പാട്ടുകൾ. ഒരു പ്രൊഫൈൽ നന്നായിട്ട് നമ്മൾ ഒന്ന് സ്കെച്ച് ചെയ്താൽ തന്നെ ഇയാളുടെ ഇഷ്ടങ്ങൾ അങ്ങനെ റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്യുവർലി ബ്യൂട്ടിഫുൾ ഒരു സാധനമാണ് മെൻ്റലിസം എന്ന് പറഞ്ഞാൽ. ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. ഹിപ്നോസിസ് നമുക്ക് സ്റ്റേജ് ഹിപ്നോസിസിന് യൂസ് ചെയ്യാം, സ്ട്രീറ്റിൽ പോയി ഹിപ്നോട്ടൈസ് ചെയ്യാം. ഇവിടെ എൻ്റെ ആയുധങ്ങളൊന്നുമില്ല. എൻ്റെ ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന ആൾക്കാരാണ്. നിങ്ങളാണ് എൻ്റെ ആയുധം. ഓക്കെ, അപ്പോൾ എനിക്ക് വേറെ ഗിമിക്സ് കാണിക്കാനോ ട്രിക്സ് ഒന്നുമില്ല. ഹിപ്നോസിൻ്റെ ഏറ്റവും വലിയെന്ന് വെച്ചാൽ നമുക്ക് തെറാപ്പി ചെയ്യാൻ പറ്റും. തെറാപ്പി ഇവിടെ ബേസിക്കലി നമ്മൾ ചെയ്യുന്നത്, നമുക്ക് 2 മൈൻഡുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ്. നമുക്ക് എല്ലാം അറിയാം. അപ്പോൾ നമ്മുടെ എല്ലാ ആക്ടിവിറ്റിയും ഓൾമോസ്റ്റ് 99% ആക്ടിവിറ്റീസും ഫോം ചെയ്യുന്നത്, പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുന്നത് എവിടെയാണ്? സബ് കോൺഷ്യസിലാണ്. ഓക്കെ, നിങ്ങൾ വണ്ടി ഓടിക്കാറുണ്ടോ? ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ? ഇല്ലേ?
നമ്മൾ പോയിന്റ് എ നിന്ന് പോയിന്റ് ബി വരെ വണ്ടി ഓടിച്ച് പോകുന്നു. ഓക്കെ, വണ്ടി ഓടിച്ച് പോകുന്നു. ഈ പോയിന്റിൽ നിന്ന് വണ്ടി എടുത്തതിന് ശേഷം നിങ്ങൾക്കൊരു കോൾ വരുന്നു. ഒരു ഇഷ്ടമുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ടെൻഷനുള്ള കോളായിരിക്കാം. നിങ്ങൾ പോയിന്റ് ബിയിൽ എത്തുന്നു, ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നു, ചേട്ടാ ഞാൻ ഇവിടെ വരെ എങ്ങനെ എത്തി? ബ്രേക്ക് നിങ്ങൾ ചവിട്ടി നിങ്ങൾ അറിഞ്ഞിട്ടില്ല, റെഡ് ലൈറ്റ് കത്തിയത് നിങ്ങൾ കണ്ടിട്ടില്ല, ഒരുത്തം വഴി കൂടെ ഇടയ്ക്ക് ചാടി നിങ്ങൾ ബ്രേക്ക് പിടിച്ചു, അതും നിങ്ങൾ, ഇതെല്ലാം സബ് കോൺഷ്യസ്ലി, നിങ്ങൾ കോൺഷ്യസ്ലി ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി അല്ല. അപ്പോൾ ഈ സബ് കോൺഷ്യസ് ഇവിടെയാണ് നമ്മുടെ റീപ്രോഗ്രാമിംഗ് മൊത്തം നടക്കുന്നത്. അപ്പോൾ ഹിപ്നോസിസിൽ എന്ന് വെച്ചാൽ നമുക്ക് ഒരാളെ ഒരു സിസ്റ്റം പ്രോഗ്രാം ചെയ്യുന്ന പോലെ ഹ്യൂമൻസിനെ നമുക്ക് റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും. അത് റിയൽ ആയിട്ടേ നടക്കുള്ളൂ, ഇല്ലേ? എനിക്ക് ഗിമ്മിക്സ് കാണിക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ ഹിപ്നോസിസ് എന്ന് പറയുന്നത് എപ്പോഴും സെൽഫാണ്. അതിൻ്റെ അകത്ത് ഈ വരുന്ന ആളുടെ ആഗ്രഹം, ഇപ്പോൾ തെറാപ്പിക്ക് വരുന്ന ഒരാൾ, അയാൾക്ക് മാറണം, അയാൾക്ക് ചേഞ്ച് ആവണം. ഒരു ഫോർ എക്സാമ്പിൾ ഡിപ്രഷൻ, ആങ്സൈറ്റി, അല്ലെങ്കിൽ പാനിക് അറ്റാക്ക്, ഇതിനൊക്കെ മരുന്ന് കഴിക്കുന്നവരുണ്ട്, ഇല്ലേ? പക്ഷേ ഇത് നമുക്ക് ഈസി ആയിട്ട് ഹിപ്നോസിസിൽ ഇങ്ങനെ എടുത്ത് കളയാൻ പറ്റും. മാത്രമല്ല ഹിപ്നോസിസ് സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. നമ്മൾ ഹാർട്ടിന് എന്താ വെക്കുക? ഈ ഹാർട്ടിനെ നമ്മൾ എക്സാമിൻ ചെയ്യാൻ എന്താ യൂസ് ചെയ്യുക? ECG കേട്ടിട്ടില്ലേ? കുറേ സാധനമൊക്കെ. അതുപോലെ നമ്മൾ ബ്രെയിൻ EEG യൂസ് ചെയ്യും. EEG യൂസ് ചെയ്തിട്ട് നമ്മൾ മോണിറ്ററിൽ നോക്കിയാൽ നമ്മൾ ഹിപ്നോട്ടിക് അവസ്ഥയിൽ നമ്മൾ ട്രാൻസ് സ്റ്റേറ്റിലേക്ക് പോകും. ഒരു ട്രാൻസ് എന്നുള്ള വേർഡ് ഫെമിലിയർ അല്ലേ? അപ്പോൾ ട്രാൻസ് സ്റ്റേറ്റിലേക്ക് പോകും. ഈ ട്രാൻസ് സ്റ്റേറ്റിൽ നമുക്ക് ബ്രെയിൻ എന്ത് ചെയ്യാൻ പറ്റും? റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും, വിച്ച് ഈസ് സയൻറ്റിഫിക്കലി പ്രൂവൺ. അതുകൊണ്ട് മറ്റുള്ള ഏതിനെ എടുത്ത് നോക്കിയാലും ഹിപ്നോസിസ് ഈസ് സയൻറ്റിഫിക്. അപ്പോൾ മെൻ്റലിസം ഹിപ്നോസിസും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണ്? വൺ ഈസ് എ ആർട്ട് ഫോം. ഇതിലും ആർട്ട് ഫോം ഉണ്ട് കേട്ടോ, നമുക്ക് നോക്കാം. ഇതിലും ആർട്ട് ഫോം ഉണ്ട്, പക്ഷേ ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിൻ റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുഞ്ഞുനാളിൽ ഒരു കാര്യം ഞാൻ ആഡ് ചെയ്യാം. നിങ്ങൾക്കൊക്കെ പേടിയുണ്ടോ? പേടിയില്ലേ? പാമ്പ്, പട്ടി? ഓക്കെ. ഇപ്പം ഞാനും റോജിനും ഞങ്ങൾ 2 കുഞ്ഞു കുട്ടികളാണെന്ന് വിചാരിക്കുക. അപ്പോൾ ചെറുപ്പത്തിൽ ഞാൻ കാണുന്നത് പട്ടി ഒരാൾ ഓടിച്ചിട്ട് കടിക്കുകയാണ്. അന്ന് മുതൽ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ പട്ടി എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ അതൊരു സീഡാണ്. അപ്പോൾ എന്ത് ചെറുപ്പത്തിൽ 0 to 15 ഇയേഴ്സിൽ നിങ്ങളുടെ ബ്രെയിനിൽ എന്ത് സീഡായിട്ട് പോകുന്നോ, അപ്പം നിങ്ങൾ വലുതാകുമ്പം അതൊരു വലിയ ട്രീ ആയി മാറും. ചെറുപ്പത്തിൽ ഭക്ഷണം കഴിക്കാൻ നേരം പറയാറില്ലേ, കഴിച്ചോ ഇല്ലെങ്കിൽ ഉമ്പാക്കി വരും. ഉമ്പാക്കിയ സാധനം ഉണ്ടോ? പക്ഷെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആ സാധനം പ്ലാന്റ് ചെയ്തു, സീഡായിട്ട് പ്ലാന്റ് ചെയ്തു. നിങ്ങൾ വലുതായി കഴിയുമ്പോൾ എന്ത് പറ്റും? ഈ പേടി കൂടെ വരും. ഇത് പവർ ഓഫ് സജഷൻസ് ആണ്. നമുക്ക് ഡെമോൺസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കേട്ടോ. ഇനിയും അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ സർ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആർക്കാ ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ ചോദിക്കാം. ചാവറമാട്രിമണി.com മീറ്റ് ദ മാസ്റ്റേഴ്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചാവറമാട്രിമണി.com. ഒരു ആൺകുട്ടി കടന്നു വന്നിരിക്കുകയാണ്. പ്ലീസ് പറഞ്ഞോ, എന്താണ് പേര്? വിഷ്ണു. ഓക്കെ. അപ്പോൾ എനിക്ക് സാറിനോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുമ്പ് എനിക്ക് ഓഡിയൻസിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെറിയ വട്ടുള്ളതായിട്ട് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉണ്ടല്ലേ? എനിക്ക് പലപ്പോഴും. കേരളം ഒരു ഭ്രാന്താലയമാണെന്നാണല്ലോ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്. അപ്പോൾ നമ്മളെല്ലാവരും ഭ്രാന്തന്മാരാണ്. അതിനകത്ത് കൂടുതൽ ഭ്രാന്ത് ജിഷ്ണുവിനെ പോലത്തെ കുറച്ച് ആൾക്കാർക്ക് ഉണ്ടാവുമല്ലോ. എനിക്ക് ചോദ്യം ചോദിക്കണം. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്. ഞാനിങ്ങനെ യൂട്യൂബിൽ കുറേ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്, ഹിപ്നോട്ടൈസ് ചെയ്യണതും മൈൻഡ് റീഡ് ചെയ്യണമെന്നൊക്കെ. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ സ്റ്റേജിലോട്ട് ഒരാൾ വിളിക്കുമ്പോൾ മെൻ്റലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളെ ആയിരിക്കും ഹിപ്നോട്ടൈസ് ചെയ്യാനോ അല്ലെങ്കിൽ മൈൻഡ് റീഡ് ചെയ്യാനോ വിളിക്കണം. അപ്പോൾ ഇപ്പോൾ സ്റ്റേജിലോട്ട് ഒരാൾ മെൻ്റലി അൺസ്റ്റേബിൾ അല്ലാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റുമോ, അതോ അയാളുടെ മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റുമോ? 2 നല്ല ചോദ്യങ്ങൾ ചോദിച്ചു. ഹിപ്നോട്ടിസം നടക്കുന്നത് ഏറ്റവും നല്ല ഇമാജിനേഷനുള്ള, ഏറ്റവും നന്നായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള ആളെ ആയിരിക്കും. ഭയങ്കര ചൈൽഡിഷ് ആയിട്ടുള്ള, ഉദാഹരണത്തിന് ഞാൻ കണ്ണടയ്ക്കാൻ പറഞ്ഞു. ഒന്ന് കണ്ണടച്ചേ. നിങ്ങളോടല്ല കേട്ടോ, ഞാൻ പറയുകയാണ്. ഒന്ന് കണ്ണടച്ചേ. അപ്പോഴേക്കും ഒരു കണ്ണ് പൊക്കി നോക്കുന്നു. അപ്പോൾ ഇയാൾ ഭയങ്കര ചൈൽഡിഷാണ്. അപ്പോൾ ഇയാൾ എൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ ഏറ്റവും ഷാർപ്പായിട്ടുള്ള, ഏറ്റവും ഇമാജിനേഷനുള്ള, ഏറ്റവും കൂടുതൽ ഫോക്കസ് ഉള്ള ആളെ നമുക്ക് ഈസി ആയിട്ട് ട്രാൻസിൽ കൊണ്ടുപോവുകയും ചെയ്യാം. ഈ ആളെന്നും സക്സസ്ഫുൾ ആയിരിക്കും. ഏറ്റവും വലിയ ബിസിനസ്സുകാരെ നിങ്ങൾ എടുത്തു നോക്കിയോ, ഇവരുടെ ഇമാജിനേഷൻ ഭയങ്കരമായിരിക്കും. ഇപ്പോൾ വിരാട് കോഹ്ലി, ഒരു ക്രിക്കറ്ററിൻ്റെ എക്സാമ്പിൾ പറയാം. വിരാട് കോഹ്ലി ഓസ്ട്രേലിയൻ സീരീസിന് പോകുമ്പോൾ പുള്ളി വീട്ടിൽ കിടന്ന് ആലോചിക്കുന്നത് എന്താണെന്നറിയാമോ? ഇയാൾ ബോൾ ചെയ്യുന്നു, അടിക്കുന്നു, ഇയാൾ ബോൾ ചെയ്യുന്നു, അങ്ങോട്ട് അടിക്കുന്നു, ഷോർട്ട് ബോൾ വരുന്നു, പുള്ളി ചെയ്യുന്നു. ഇത് ഇമാജിനേഷനിൽ ആദ്യം സെറ്റ് ചെയ്ത് വെക്കും, പിന്നെ ഗ്രൗണ്ടിൽ ചെന്ന് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഏറ്റവും ഷാർപ്പായിട്ടുള്ള, ഏറ്റവും
ഫോക്കസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ്. ഇതിന് ഹിപ്നോസിസിൻ്റെ ഡെഫിനിഷൻ തന്നെ ഒരു ഫോക്കസ്ഡ് സ്റ്റേറ്റിലേക്കാണ്, ഒരു ഓൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ്. ഭയങ്കര ഫോക്കസ്ഡ് ആയിരിക്കും നമ്മളൊരു കാര്യത്തിൽ. അങ്ങനെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റും, ഹിപ്നോസിസ് ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ ഫോക്കസ്, നിങ്ങൾ എത്രത്തോളം കോപ്പറേറ്റ് ചെയ്യുന്നു, നിങ്ങൾ എത്രത്തോളം ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുന്നു, അതനുസരിച്ച് നിങ്ങൾക്ക് ആ ഹിപ്നോട്ടിക് സ്റ്റേറ്റ് എൻജോയ് ചെയ്യാം. ഓക്കെ. അതുപോലെ ഒരു മറുഭാഗം ഞാൻ പറയാം, മെൻ്റലി സ്റ്റേബിൾ അല്ലാത്തൊരാളെ നമുക്ക് പല ടൈപ്പിലുള്ള ആൾക്കാരുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഒരു എക്സ്പെരിമെൻ്റ് എന്ന നിലയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ആൾക്കാരെയൊക്കെ ട്രീറ്റ്മെൻറ്റ് എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. പല ടെക്നിക്സ് ഉണ്ട് ഹിപ്നോട്ടൈസ് ചെയ്യുന്നുണ്ട്. അപ്പം മെൻ്റലി സ്റ്റേബിൾ അല്ലാത്ത ഒരാളെ നമ്മൾ വേറെ ചില മെത്തേഡ്സിലൂടെ ആയിരിക്കും ചെയ്യുക. പക്ഷേ എപ്പോഴും അത് പ്രാക്ടിക്കൽ ആവണം എന്നില്ല. ആളുടെ കോപ്പറേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. താങ്ക് യു സർ. ഇനി ആരൊക്കെയാണോ പിടിച്ചോ പറഞ്ഞു. ചാവറമാട്രിമണി.com മീറ്റ് ദ മാസ്റ്റേഴ്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചാവറമാട്രിമണി.com. എനിക്ക് ആദ്യം തന്നെ ചേട്ടൻ്റെ അടുത്താണ് ചോദ്യം ചോദിക്കണം. എല്ലാവരും എൻ്റെ നെഞ്ചത്തേക്ക് കയറണം. ഉണ്ടാണ് ഞാൻ ചോദിച്ചത്. താങ്ക് യു. എനിക്കറിയേണ്ടതെന്ന് ചേട്ടന് തേപ്പ് കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. എത്ര എണ്ണം കിട്ടിക്കാണും? എണ്ണം തെറ്റിപ്പോ. നീ ചോദിച്ചു. കോഴിയാണോ? അല്ല. സാറിന് തേപ്പ് കിട്ടിയിട്ടുണ്ടോ? തേപ്പ് കിട്ടിയിട്ടുണ്ട്. ആ, മനസ്സിലായില്ലേ? ആ, സാറിന് അറിയാലോ ഈ പ്രായം എന്നൊക്കെ വെച്ചാൽ തേപ്പ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് പെണ്ണെ കിട്ടിയിട്ടില്ല. ഇതുവരെ കിട്ടിയിട്ടില്ല. സാറിനറിയാലോ ഈ പ്രായം എന്നൊക്കെ വെച്ചാൽ പ്രേമിച്ചടക്കണ്ടല്ലേ. അതുമല്ല ക്യാമ്പസ് ആണ്. ചേട്ടന് ക്യാമ്പസ് എന്ന് വെച്ചാൽ ഫസ്റ്റ് എന്താ പറഞ്ഞ മൈൻഡില്? പറയാൻ പറ്റില്ല. ഞാൻ ഉദ്ദേശിച്ച ക്യാമ്പസ് ലവ് ആണ്. ക്യാമ്പസ് ലവ്. ഈ ലവ് ഒക്കെ വീട്ടിൽ പോയി പറഞ്ഞ അമ്മയച്ഛനും എന്തായാലും പുറത്താക്കും. പക്ഷേ നമുക്കെന്താ ചെയ്യാൻ പറ്റുന്നേ? സോ എനിക്ക് എന്താന്ന് വെച്ചാൽ ഈ ജനറേഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ പ്രേമൊക്കെ പൊട്ടിപ്പോയ ഡിപ്രഷന് പോകും. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവനാണെങ്കിൽ അവൻ്റെ ഒരു ക്രഷ് ഉണ്ട്. അപ്പോൾ അവളുടെ അടുത്ത് പോയി പറഞ്ഞു, എനിക്ക് ഔട്ടിങ്ങും പോവാം, നമുക്ക് രണ്ടുപേർക്കും ഔട്ടിങ്ങിന് പോവാം, എനിക്ക് താല്പര്യമുണ്ട് വരാനെന്ന്. അപ്പോൾ അവള് ഒന്ന തന്നെ നോ എന്ന് പറഞ്ഞപ്പോൾ ഇവനൊന്ന് പറഞ്ഞു ഇവന് ഡിപ്രഷനായെന്ന്. അപ്പോൾ ഇവൻ മാത്രമല്ല, ഇപ്പോൾ ഇങ്ങനെ ബ്രേക്കപ്പ് ആവുന്നവരും ഡിപ്രഷനാവും, പിന്നെ സൂയിസൈഡ് തോട്ട്സ് ഒക്കെ വരും. അപ്പോൾ എനിക്ക് അറിയാനെന്താ വെച്ചാൽ ഈ സൂയിസൈഡ് തോട്ട്സും ഡിപ്രഷനൊക്കെ നമ്മുടെ മൈൻഡിൻ്റെ ഓരോ കളികളല്ലേ. സോ ഈ നെഗറ്റീവ് തോട്ട്സിനൊക്കെ എങ്ങനെ പോസിറ്റീവ് ആക്കാൻ പറ്റുമെന്ന് എൻ്റെ ഒരു. ഓക്കെ, ആളുടെ ചോദ്യം വളരെ സിമ്പിൾ ആയിരുന്നു. നെഗറ്റീവ് തോട്ട്സിനെ എങ്ങനെ നമുക്ക് പോസിറ്റീവ് ആക്കാം. അപ്പോൾ ആൾ തുടങ്ങി എവിടെയാണ്? ചാവറമാട്രിമണി.com മീറ്റ് ദ മാസ്റ്റേഴ്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചാവറമാട്രിമണി.com. തേപ്പിൽ തുടങ്ങി, പിന്നെ കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്ത് പറഞ്ഞല്ലേ. ഓക്കെ, ഞാൻ ഹിപ്നോസിസ് എന്ന് പറഞ്ഞ ഒരു എലമെന്റ് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്നത് മൈൻഡിൻ്റെ റീപ്രോഗ്രാമിങ്ങിനാണ്. അപ്പം ഞാൻ ഹിപ്നോസിസ് ബേസ് ചെയ്ത് പറയാം. ഒരാൾ തെറാപ്പിക്ക് വരുമ്പോൾ അയാളുടെ സബ് കോൺഷ്യസിലുള്ള ഈ തോട്ട്സ്, ഓക്കെ, ഒരു മെഡിസിനിൽ നമ്മൾ ഈ ട്രാൻസ് സ്റ്റേറ്റിൽ പോകുമ്പോഴത്തേക്കും അവിടെ ഹൈറ്റൻ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ആണ്. അപ്പം നമുക്ക് കോൺഷ്യസ് മൈൻഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ. ഇതിൻ്റെ ഇടയ്ക്കൊരു സാധനമുണ്ട്. ഇതിന് പറയുന്നത് ക്രിട്ടിക്കൽ ഫാക്ടർ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഫാക്കൽറ്റി എന്നാണ്. അപ്പം ഈ ക്രിട്ടിക്കൽ ഫാക്ടറാണ് നമ്മളെപ്പോഴും ചോദ്യം ചോദിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഈ ക്രിട്ടിക്കൽ ഫാക്ടർ കട്ടായി പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സബ് കോൺഷ്യസ് മൈൻഡിൽ പോകാൻ പറ്റും. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിൽ ചെന്ന് ഹീല് ചെയ്യുന്നതാണ് നമ്മൾ സാധാരണ ഹിപ്നോസിസിൽ ചെയ്യുന്നത്. പക്ഷെ ചോദ്യം ഇതായിരുന്നു, അതായത് നമുക്ക് ഈ തോട്ട്സിനെ എങ്ങനെ പോസിറ്റീവ് ആക്കാം എന്നല്ലേ. ഓക്കെ, നിങ്ങളൊക്കെ നിങ്ങളുടെ ബ്രെയിനിൻ്റെ കൺട്രോളിലാണോ അതോ നിങ്ങളാണോ ബ്രെയിനിൻ്റെ മാസ്റ്റർ? ഓക്കെ, ഞാൻ ഇതിന് മുമ്പിൽ ചോദിച്ച ചോദ്യമായിട്ട് ബന്ധമുണ്ട്. ഒരു സൂസൈഡ് തോട്ട് എപ്പോഴായിരിക്കും ഉണ്ടാവുക? ബ്രെയിൻ നമ്മളോട് പറയാണ്, എടാ ഇങ്ങനെ സംഭവിച്ചു, ഇനി ജീവിച്ചെടുത്തിട്ട് കാര്യമുണ്ടോ, പോയി ചെയ്യ്. അപ്പം നിങ്ങളുടെ മാസ്റ്റർ ആരാ? ബ്രെയിൻ. ഇതിനെ നമുക്ക് എങ്ങനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും? ടു ടേക്ക് ചാർജ് ഓഫ് യുവർ മൈൻഡ്, യുവർ ബ്രെയിൻ, യുവർ തോട്ട്സ് അല്ലേ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിന്റെ മാസ്റ്റർ ചെയ്യുമ്പോഴായിരിക്കും എന്ത് ചെയ്യുക? നിങ്ങൾ ഈ നെഗറ്റീവ് തോട്ട്സിനെ പോസിറ്റീവ് ആക്കുക. അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും? വളരെ രണ്ടും സിമ്പിൾ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഏറ്റവും കൂടുതൽ വലിച്ചു കയറ്റുന്ന എന്താണ്? ശ്വാസം എന്തൊക്കെയാണുള്ളത്? ശ്വാസത്തിൽ എന്താ സയന്റിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ് നമ്മൾ വലിച്ചു കയറ്റുന്ന? ഓക്സിജൻ.
പ്ലാന്റ്സ് എന്താണ് വലിച്ചേറ്റുക? കാർബൺ ഡൈ ഓക്സൈഡ്. ഇത് ആരാ പഠിപ്പിച്ചത്? അല്ല, ചോദിച്ചത് ആരാ പഠിപ്പിച്ചത്? സ്കൂളിൽ പഠിച്ചതാണല്ലേ? അപ്പം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ടോ? ഇല്ല. 100 മീറ്റർ ഓടുന്ന ആൾക്കാരുണ്ടോ? ഇല്ലേ? ഒരു സ്ട്രെസ്സിൽ വരുന്ന ആൾക്കാരല്ലേ നമ്മളെല്ലാം? സ്ട്രെസ്സിൽ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ബ്രീത്തിങ് ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ 100 മീറ്റർ ഓടി, ഞാൻ ഈ കാണിക്കുന്ന ഇതായിരിക്കത്തില്ല 100 മീറ്റർ കഴിയുമ്പം. കാരണം എന്താണ്? ബ്രെയിൻ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന സാധനമാണ് ഓക്സിജൻ, അല്ലേ? ബ്രെയിൻ്റെ മെയിൻ ഫുഡാണ് ഓക്സിജൻ. ഓൾമോസ്റ്റ് 3/4 ഓഫ് നമ്മൾ കഴിക്കുന്ന എല്ലാം ബ്രെയിനാണ് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ബേസിക്കലി ഓക്സിജൻ മുഴുവൻ ബ്രെയിൻ എപ്പോഴും ഓക്സിജൻ വേണം. ഓക്സിജൻ ബ്രെയിനെ ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് എന്താ? ഓക്സിജൻ ആണോ? ആണോ? ഈ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ ഉള്ള എന്താ? നൈട്രജൻ. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ വലിച്ചു കയറ്റുന്നത് എന്താ? നൈട്രജൻ അല്ലേ? അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്നത് നൈട്രജൻ ആണ്. ഓക്കെ, ഈ നൈട്രജൻ നമ്മുടെ മൂക്കിലൂടെ കയറുമ്പോൾ ഓക്സിജനായിട്ട് എന്താവും? മിക്സ് ആവും. എന്നിട്ട് എന്താവും? നൈട്രസ് ഓക്സൈഡ്. എന്താണ് നൈട്രസ് ഓക്സൈഡ്? നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ കാണാം. നൈട്രസ് ഓക്സൈഡ് ഈസ് ലാഫിംഗ് ഗ്യാസ്. അതായത് ഈ റൂമിലേക്ക് കുറേ നൈട്രജൻ ഓക്സൈഡ് ഇങ്ങനെ അടിച്ചെടുത്താൽ നമ്മളെല്ലാം കക്കാന്ന് ചിരിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ബ്രീത്ത് ചെയ്യുന്നത് ഈ നന്നായിട്ട് മെഡിറ്റേഷനിലൊക്കെ സംഭവം എല്ലാ ഹീലിംഗ് ടെക്നിക്സിൽ നിങ്ങൾ നോക്കിയാണ്. നിങ്ങൾ ഇരിക്കുക, ശ്വാസം എടുക്കുക, എന്താ ചെയ്യുന്നത്? നിങ്ങൾ ഈ നൈട്രസ് ഓക്സൈഡ് ചെല്ലുമ്പോൾ ഈ ലാഫിംഗ് ഗ്യാസ് നിങ്ങളുടെ ബ്രെയിൻ റിലാക്സ്ഡ് ആവുകയാണ്, അല്ലേ? ഒരു എക്സാമ്പിൾ എടുത്ത് തരാം. നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് ഇറങ്ങുന്നു. കറക്റ്റ് 9 മണിക്ക് ക്ലാസ് ആണ്. നിങ്ങൾ എഴുന്നേറ്റപ്പം 8:45. നിങ്ങൾ പെട്ടെന്ന് യൂണിഫോം ഇടുന്ന സ്ട്രെസ്സിലാണ്. ഇറങ്ങാൻ നേരത്ത് നിങ്ങൾ മിസ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ കാണും. മൊബൈൽ ഫോൺ, ID കാർഡ്, നിങ്ങൾ ഇവിടെ അവിടെ എല്ലാം തപ്പും. അപ്പോൾ ബ്രെയിൻ സ്ട്രെസ്സിലാണ്. നിങ്ങൾക്ക് അത് ഒരിക്കലും കാണാൻ പറ്റില്ല, ഇല്ലേ? അങ്ങനെ ഉണ്ടായിട്ടില്ലേ? ATM കാർഡ് ലാസ്റ്റ് മൊമെന്റിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റില്ല. അപ്പം വീട്ടിൽ നിന്ന് അമ്മ അച്ഛൻ നീ വാ ഇരിക്കുക, സമാധാനം ഇരിക്കുക, ശ്വാസം എടുക്കുക, സമാധാനമായിട്ട് ആലോചിക്കുക. അപ്പം നിങ്ങൾ അയ്യോ ഇന്നലെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ. അപ്പം നിങ്ങൾ ആ തോട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് വന്നത്? നിങ്ങളിരുന്ന് റിലാക്സ് ചെയ്ത് ബ്രീത്ത് ചെയ്തപ്പോഴാണ് നിങ്ങളുടെ ബ്രെയിൻ റിലാക്സ്ഡ് ആയത്. അപ്പം നിങ്ങളുടെ ബ്രെയിൻ ആൻസർ ചെയ്യുന്നു. ഒരു ക്വസ്റ്റ്യന് നമ്മുടെ ബ്രെയിൻ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഒരു ക്വസ്റ്റ്യന് 24 to 28 ആൻസേഴ്സ് ബ്രെയിൻ തരുമെന്നാണ് പറയുന്നത്. അപ്പം മനുഷ്യൻ ഏറ്റവും കൂടുതൽ ബ്രീത്ത് ചെയ്യുന്നത് നൈട്രജൻ ആണ്. പക്ഷേ അത് ഓക്സിജൻ ആണ് ബ്രെയിൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. നൈട്രസ് ഓക്സൈഡ് ആയിട്ട് ചെല്ലുമ്പോൾ ബ്രെയിൻ റിലാക്സ്ഡ് ആവുന്നു. പ്ലാന്റ്സ് ഏറ്റവും കൂടുതൽ ബ്രീത്ത് ചെയ്യുന്നത് ഓക്കെ പ്ലാന്റ്സ് ബ്രീത്ത് ചെയ്യുന്നത് ഓക്സിജൻ ആട്ടോ, അല്ലേ? ടീച്ചേഴ്സ് ഒക്കെ അല്ലേ? പ്ലാന്റ്സ് ഏറ്റവും കൂടുതൽ ബ്രീത്ത് ചെയ്യുന്നത് എന്താണ്? ഓക്സിജൻ. പ്ലാന്റ്സ് കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുന്ന ഒരേ സമയത്തുള്ളൂ. അത് ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സിൽ നടക്കുമ്പോൾ മാത്രം കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് ഓക്സിജൻ പുറത്തുവരും. ഞാൻ ജസ്റ്റ് ഇൻഫർമേഷൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ബ്രീത്തിങ് ഒരു ഭയങ്കര ടെക്നിക്കാണ്, അല്ലേ? ബ്രീത്ത് ചെയ്യുമ്പോൾ പല ടൈപ്പിലുള്ള ബ്രീത്തിങ് ഉണ്ട്. 6-3-6 ബ്രീത്തിങ് ഉണ്ട്, 4-2-4 ബ്രീത്തിങ്. വേറെ ഒന്നുമല്ല, നമ്മൾ 6 seconds വരെ 1, 2, 3, 4, 5, 6 ഫുൾ ബ്രെയിൻ ഓക്സിജൻ ആവുന്നു. 3 seconds നമ്മൾ ഹോൾഡ് ചെയ്യുന്നു. എന്നിട്ട് 1, 2, 3, 4, 5, 6. അപ്പോൾ 6-3-6 എന്നുള്ളൊരു ടെക്നിക്ക് ഞാനിപ്പം പറഞ്ഞത്. ഇങ്ങനെ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്, പല ടൈപ്സ് ഓഫ് ബ്രീതിങ് ടെക്നിക്സ് ഉണ്ട്. ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്ന ഇതാണ്. കാരണം നമ്മൾ ഫുൾ ഓക്സിജനേറ്റഡ് ആവുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു സ്ട്രെസ് ഫീൽ ചെയ്യും, അല്ലേ? 3 seconds സ്ട്രെസ് ഹോൾഡ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾ ഭയങ്കര വിഷമിച്ച് നിങ്ങളൊരു ഈവനിങ് നിങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാകുന്നൊരു കാര്യം നിങ്ങൾക്ക് വന്നു. പക്ഷെ നിങ്ങളൊരു ഫ്രണ്ടിനോടോ ആരോടെങ്കിലും ഷെയർ ചെയ്തിട്ട് തൽക്കാലം നിങ്ങൾ കിടന്നുറങ്ങുന്നു. രാവിലെ എഴുന്നേക്കും നിങ്ങൾ ആലോചിക്കും, ഷോ ഇന്നലെ ഞാൻ എന്തിനാണ് അങ്ങനെയൊക്കെ ആലോചിച്ചത്? അങ്ങനൊരു ഫീൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. അതെന്തുകൊണ്ടാണ്? കാരണം രാത്രി ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ എന്തായി? റിലാക്സ്ഡ് ആയി. സോ നിങ്ങളുടെ ബ്രെയിനെ നിങ്ങൾ ചാർജിലെടുക്കുമ്പം ടു ടേക്ക് കൺട്രോൾ ഓഫ് യുവർ ബ്രെയിൻ ഈസ് ദ ബെസ്റ്റ് തിങ്. അതിനെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം കേട്ടോ. ഓക്കെ സർ, താങ്ക് യു. ചാവറമാട്രിമണി.com മീറ്റ് ദ മാസ്റ്റേഴ്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചാവറമാട്രിമണി.com. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.